Tevez, Crespo, Tevez, Messi, marvelous, simply marvelous. Lionel Messi makes it. ചേട്ടായി ഇതുവരെ റെഡിയായില്ലേ? നമുക്ക് തെരേസ കൊച്ചിന്റെ കാലിടിയിൽ ചടങ്ങിന് പോകണ്ടേ? ഞാനൊരു ജ്ഞാനായക്കാരനല്ലാത്തതുകൊണ്ടേ നിന്റെ കുടുംബത്തിൽ ചെല്ലുമ്പം അവഗണിക്കപ്പെടുമോ എന്നൊരു പേടി. അതന്നാ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ സമുദായത്തിന്റെ പുറത്തുള്ള ചേട്ടായിനെ ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അന്നു മുതൽ എന്റെ അച്ചാച്ചനും അമ്മച്ചിയും ഒരു മൂത്ത മകനായിട്ട് തന്നെയല്ലേ ചേട്ടായിയെ കാണുന്നത്. എന്നാലും ഒരെന്നാലും ഇല്ല. ചേട്ടായി പെട്ടെന്ന് തുണി മാറി വന്നേ. അപ്പയമ്മ റെഡി ആയില്ലേ? നമുക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഒന്നും കൂടി ചെയ്യണ്ടേ? അയ്യോ, എന്നാ പെട്ടെന്നാകട്ടെ. കണ്ണാടി പോൽ തുള്ളാടുമീ പിന്നാട്ടി നീന്തി വരാ മിന്നാടുമീ പൊന്നീനുമായി കൂത്താടിയാടി വരാ ഹലോ അമ്മച്ചി. എടി, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? അവനോട് വേഗം ഇറങ്ങാൻ പറ. ഞങ്ങൾ ഇറങ്ങുവാണമ്മേ. ഡാൻസ് ഒക്കെ പഠിച്ചത് മതി, വാ നമുക്ക് പോകാം. എടാ മക്കളെ, പന്തക്കാലിടാൻ പോകാനുള്ളവരൊക്കെ ഒന്ന് വേഗം വാടാ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എടാ അനിയന്മാരെ, നമ്മൾ അമ്മാവന്മാരെ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോ ഒരു ഓളമൊക്കെ വേണ്ടടാ. വേണം ചേട്ടായി, വേണം. അമ്മാവന്മാർ ഗാങ്ങൊരുങ്ങി പന്തക്കാലിടുവാനായി, അമ്മാവന്മാർ ഗാങ്ങൊരുങ്ങി പന്തക്കാലിടുവാനായി, ജ്ഞാനായക്കാർ ഞങ്ങളിതാ പുറപ്പെടുന്നേ, ജ്ഞാനായക്കാർ ഞങ്ങളിതാ പുറപ്പെടുന്നേ. തിത്തിത്താരാതിത്തിത്തൈതകതെയ്തോം, തിത്തിത്താരാതിത്തിത്തൈതകതെയ്തോം. സഹൃദയകൃതാവായ നാട്ടുകാരെ, ഇനി ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ വക കലാപരിപാടികൾ ആരംഭിക്കാതെട്ടാ.
ചേരേണമെന്നത് വിധിയുടെ വിളയാട്ടം. ചെക്കനങ്ങനെ നോക്കി നിന്നതും പെണ്ണിനുള്ളില് തന്നെ തിന്നത്തും പയ്യാരോ പിന്നെ കാട്ടടോ മക്കാറും കുക്കാറും നാളെ കാട്ടടോ ഈ ആൻസിയും കഴിച്ചൊന്നും വന്നില്ലേന്നേ. പെണ്ണിന് മൈലാഞ്ചി ഇടാൻ നേരമായല്ലോ. മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാമൂറും വന്നവരിങ്ങോ വേരോടി വെറ്റു വളർന്നേ ജ്ഞാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ നട ഈ നട 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 നടയോ ഏ നട ഓ നട 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 നടയോ ആ നട ഈ നട 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 നടയോ ഏ നട ഓ നട 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 നടയോ പണ്ടിതു പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്ന് പുകഴ്ന്നേ പരദേശി നാമൂറും തറയിൽ പായ വിരിക്ക് വെതിയൊരുക്ക് നത്തൂനെ നല്ല കൊരണ്ടിയും ഉണ്ടാക്ക് വെള്ള വിരിച്ചു വെടിപ്പാക്ക് മിശിഹാ തന്നെ നിനച്ച് കൊലുവിളക്ക് വെച്ചേക്ക് വെള്ളവും എണ്ണയും കൊണ്ടോര് ആ മഞ്ഞളരച്ചതും തന്നേര് ഇതുവരെ നാം വളർത്തും മഴവില്ല് ഇനി മറുവീടിനുള്ളിൽ മണവാട്ടി മുടി വെട്ടിയൊതുക്കണ് ചന്തമൊരുക്കണ് ചെക്കനെയെല്ലാരും ഇലയിട്ട് വിളമ്പണ് ഒത്തിരിയുട്ടണ് ഉറ്റവരെല്ലാം പാൽച്ചോറ് ആ നട ഈ നട 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 നടയോ ഏ നട ഓ നട 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 നടയോ ആ നട ഈ നട 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 നടയോ ഏ നട ഓ നട 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 നടയോ. അയ്യോ ചേട്ടായി, നമ്മുടെ തെരേസ കൊച്ചിനെ കാണാനില്ല. അയ്യോ എന്റെ കർത്താവേ, ഞാനിത് എന്നൊക്കെയാ കേക്കണത്. എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റണില്ലല്ലോ. ഞാനിനി എന്നാ ചെയ്യും എന്റെ ഈശോയെ? ചേച്ചി കരയാതെ പറയുന്നൊന്ന് കേട്ടേ. ചേച്ചി ഇങ്ങോട്ട് അകത്തോട്ട് വാ. ചേട്ടായി, നമ്മളിനി എന്ത് ചെയ്യും? അനിയ ജോസൂട്ടി, നീ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ച്. ഹലോ തെരേസ മോളെ എവിടെയാ? അപ്പാപ്പി, ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ചെറുക്കനെ ഇഷ്ടമാണെന്ന്. മോളെ
മോളെ നീ എവിടെയാ? ഞാൻ അവൻ വരാൻ വേണ്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷന് വെയിറ്റ് ചെയ്യുവാ. ചേട്ടായി എന്താ ചെയ്യണ്ടേ? അവളോടൊന്ന് ഇവിടെ വരെ വരാൻ പറ, എന്നെ ഒന്ന് കാണാൻ പറ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. മോളെ നീ ദയവ് ചെയ്ത് ഇവിടം വരെ ഒന്ന് വന്ന് അച്ചാച്ചനോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഓക്കെ അപ്പാപ്പി, ഞാൻ വരാം. എന്റെ കൊച്ചെ, നീ ഇത് എന്തു ഭാവിച്ച? ഞാൻ ഇനി എങ്ങനെ ഇടവകയിലെ ജനങ്ങളെ ഉപദേശിക്കും? അപ്പാപ്പിയല്ലേ എപ്പോഴും പറയാറുള്ളത്, കർത്താവിന്റെ കൈവെള്ളയിൽ നമ്മളെ ഓരോരുത്തരെ കുറിച്ചും എഴുതപ്പെട്ടിട്ടുണ്ടെന്ന്. മോളെ അത് ശരിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മാറ്റവും വരാം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം നടക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതെ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനല്ല ഞാൻ വൈദികനായത്. ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ ഇവിടെ വിശ്വാസികളുണ്ട്, അത് മതി. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല. അല്ലേലും ഞാൻ അപ്പാപ്പയോട് സംസാരിക്കാനല്ല വന്നത്, എന്റെ അച്ചാച്ചന് പറയാനുള്ളത് കേൾക്കാനാ ഞാൻ വന്നത്. ഈ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ജനിച്ച സന്താനമാണ് നീ. നീ എന്റെ വയറ്റില് എങ്ങനെ ജനിച്ചു? അയ്യോ, എനിക്കിതൊന്നും കാണണ്ട എന്റെ പാറപ്പള്ളി മാതാവേ. മോളെ, നിനക്ക് വേണ്ടി ഈ വിരിച്ചിട്ടിരിക്കുന്ന പീഠം കാണിച്ചോ, തല കറങ്ങി നിൽക്കുന്ന നിന്റെ അമ്മയെ കാണിച്ചോ, ഇമോഷണലി നിന്നെ പിന്തിരിപ്പിക്കാനല്ല ഞാൻ വിളിപ്പിച്ചത്. മറിച്ച് നീ നമ്മുടെ സമുദായം മാറിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ഒരു ക്ഷമ ചോദിക്കണം. അച്ചാച്ചൻ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഞാനല്ലേ അച്ചാച്ചനോട് ക്ഷമ ചോദിക്കേണ്ടത്? കാലാകാലങ്ങളായി നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സഭാവിശ്വാസങ്ങളെയും നിനക്ക് ഞങ്ങൾ കാണിച്ചു തന്നു. പക്ഷേ മോളെ തെരേസെ, നിന്നെപ്പോലെയുള്ള ഓരോ മക്കളാണ് ഈ സമുദായത്തെയും സഭയെയും മുന്നോട്ട് നയിക്കേണ്ടതെന്ന അടിസ്ഥാന സത്യം നിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിൽ മാതാപിതാക്കളായ ഞങ്ങൾ തോറ്റുപോയി. അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിന്നോട്. ഇല്ല ചാച്ച, ഒറ്റപ്പെട്ടു പോയാലും ഒറ്റുകാരാനാകാതെ സമുദായത്തിന്റെ ഒപ്പം നിൽക്കാൻ കാണിക്കുന്ന ഈ റോയൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനേക്കാൾ വലുതൊന്നുമല്ല എന്റെ സന്തോഷങ്ങൾ. I'm okay now. അപ്പന്റെ ഈ മോൾ ഈ പീഠത്തിൽ തന്നെ ഇരിക്കും. മോളെ കരയല്ലേ, എന്റെ മോൾ കരയല്ലേ. തെരേസെ, മോൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല അച്ചാച്ചൻ. നിനക്ക് പകരമാകാൻ മറ്റാരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ജ്ഞാനായക്കാർക്ക് വേണ്ടത്. എന്റെ പൊന്നുമോള് അമ്മയുടെ കൂടെ അകത്തേക്ക് ചെല്ലും. മോൾ അമ്മയോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും. എന്നാലും ചേട്ടായി, ഞാൻ 12 വർഷം സെമിനാരിയിൽ പഠിച്ച് ജനങ്ങളെ സേവിച്ചിട്ട് പോലും നമ്മുടെ കൊച്ചിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അനിയ, ജോസുകുട്ടി, എനിക്ക് നിന്റെ അത്രയും വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ എനിക്കൊന്നുണ്ട്, ലളിതമായ ജീവിതാനുഭവങ്ങൾ. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് വിലയുണ്ടാകുന്നത്. അനിയ, ജീവിതത്തിൽ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളുക. കാരണം ഒരു ചെടി വളർന്ന് പുഷ്പിക്കണമെങ്കിൽ വെയിലും മഴയും ഒരുപോലെ ആവശ്യമാണ്. അല്ലാതെ പുത്തമ്പണക്കാരുടെ പുട്ടും കഴിച്ച് പള്ളിമേടയിലിരുന്ന് പരസ്യ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചാൽ കാലങ്ങൾ കഴിഞ്ഞ് കട്ടിലിൽ കിടക്കുമ്പോൾ ഈ സമുദായത്തെ ഒറ്റിക്കൊടുത്തതിന് എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ചെല്ലേണ്ടി വരും. അനിയ, നടത്തമെത്താത്ത കുട്ടികളെ നോക്കുന്നതിലും പാടാണ് നട്ടുവളർത്തുന്ന സമുദായത്തെ സംരക്ഷിക്കാൻ. കേൾക്കേണ്ടവരെ കേൾക്കണം, കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തണം, ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ജ്ഞാനായ ജനതയുണ്ടല്ലോ, കാവലായും കരുതലായും കാവാൽ പടയാളികളായും നിങ്ങളുടെ പിന്നിലുണ്ടാകും. അങ്ങനെ സ്വപ്നങ്ങൾ വിടരട്ടെ, പ്രതീക്ഷകൾ പൂക്കട്ടെ. എന്നാൽ നമുക്കങ്ങോട്ട് പോയാലോ?
നാട്ടിൻപുറത്തുകാരനായ 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ചേട്ടായിക്ക്. ചേട്ടായിക്കറിയാം സമുദായത്തിന്റെ വളർച്ച കുടുംബ ബന്ധങ്ങളിലാണെന്ന്. ഹി ഈസ് എ ക്ലാസിക് ജ്ഞാനായ. ഈ സമുദായത്തെ സംരക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. ഓരോ കാലഘട്ടത്തിലും ഓരോ ജോർജ് കുട്ടിയും വളർന്നു വരും ജ്ഞാനായ സമുദായത്തെ മുൻപോട്ട് നയിക്കാൻ. അത് നീയുമല്ല ഞാനുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്.